നമസ്കാരം. റീഡേഴ്സ് കോർണറിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ ചാനലിൻ്റെ പേരൊന്ന് പതുക്കെ മാറ്റിയിട്ടുണ്ട്. കാരണം നമുക്ക് ഒത്തിരി ആളുകൾ, എൻ്റെ ഫ്രണ്ട്സും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് ആൾക്കാർ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ടു ഐഡൻറ്റിഫൈ ദ നെയിം ഓഫ് മൈ ചാനൽ. സോ ഐ തോട്ട് ഐ ഷുഡ് ചേഞ്ച് ദ നെയിം ഓഫ് മൈ ചാനൽ. നമ്മൾ പുസ്തകങ്ങളെ പറ്റിയും വായനയെ പറ്റിയും നല്ല നല്ല അറിവുകളെ പറ്റിയും സംസാരിക്കുന്നത് കൊണ്ട് നമ്മുടെ ചാനലിൻ്റെ പേര് അതുമായി ബന്ധപ്പെടുത്തി ഒന്ന് മാറ്റി. നൗ ഇറ്റ് ഈസ് റീഡേഴ്സ് കോർണർ. വായനാമൂല എന്നൊക്കെ പണ്ട് സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ? സോ അതിനെ ഒന്ന് ഇംഗ്ലീഷീകരിച്ചു. ഓക്കെ, സോ റീഡേഴ്സ് കോർണർ എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. ഇന്നൊരു പുതിയ ബുക്ക് റിവ്യൂവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിലൊരു ചെറിയ കഥയാണ് പറയുന്നത്. ഓക്കെ, സോ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമസ്തേ വൺസ് അഗെയിൻ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ബുക്കാണ്. ഓക്കെ, ഈ പുസ്തകത്തിൻ്റെ പേര് ഡോണ്ട് ബിലീവ് എവറിത്തിങ് യു തിങ്ക്. നമ്മൾ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. നമ്മളുടെ ചിന്തകളൊക്കെ ചിലപ്പോൾ നമുക്കെതിരെ വില്ലനായിട്ട് മാറാറുണ്ട്. ഓക്കെ, പലപ്പോഴും നമ്മുടെ സഫറിങ്സിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ടെൻഷൻ്റെയോ സ്ട്രെസ്സിൻ്റെയോ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന ആക്ച്വൽ അല്ലാത്ത പല പ്രശ്നങ്ങളും. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ചിന്തയാണ്. നമ്മളുടെ ചിന്തകളെ ഒന്ന് നമുക്ക് വ്യത്യസ്തമായിട്ട് മാറ്റാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പകുതി പ്രശ്നങ്ങളും തീരും. സോ അങ്ങനെ ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പറയുന്ന, എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, പുസ്തകം ഇംഗ്ലീഷിലാണ്. വളരെ കടുകട്ടിയുള്ള പുസ്തകം ഒന്നുമല്ല. വളരെ ചെറിയ നമ്പർ ഓഫ് പേജസ് ഉള്ള ഒരു പുസ്തകമാണ്. ഈസി ടു റീഡ്, ലാംഗ്വേജ് വളരെ സിമ്പിളാണ്. പലപ്പോഴും ആൾക്കാർക്ക് പുസ്തകം വായിക്കാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ ഇംഗ്ലീഷ് പുസ്തകം എന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു അലർജി പോലെയാണ്. ബട്ട് പീപ്പിൾ ഹാവ് എ തിങ്കിങ് ദാറ്റ് അത് ഈസിലി ഡൈജസ്റ്റബിൾ അല്ല എന്നുള്ളത്. അത് ഞാൻ മുൻപൊരു വീഡിയോയിൽ ചെയ്ത് പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ ആദ്യം വായന നമുക്ക് ശീലമാവുകയാണ്. ആക്ച്വൽ വായനാശീലം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ലാംഗ്വേജ് ഒരു ബാരിയറായിട്ട് തോന്നുന്നത്. നമ്മൾ പഠിച്ച പല പുസ്തകങ്ങളും ഇംഗ്ലീഷ് ഭാഷയിലുള്ള പുസ്തകങ്ങളല്ലേ. അപ്പം നമ്മളതൊക്കെ എന്തുകൊണ്ടാണ് വായിച്ചത്? നമുക്കതൊരു ആവശ്യമായിരുന്നു. അവിടെ അത് പഠിക്കേണ്ടത് നമ്മുടെ ആവശ്യമായിരുന്നത് കൊണ്ടാണ് നമുക്കത് വായിച്ചപ്പോഴൊക്കെ മനസ്സിലായത്. ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് കാണാതെ പഠിക്കേണ്ടതായിട്ടൊന്നുമില്ല, ഇല്ലേ? പിന്നെ ഡബിൾ റീഡിങ്, ട്രിപ്പിൾ റീഡിങ്, അത് ഞാൻ പറയുന്നൊരു കാര്യമാണ്. എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വായിക്കുന്ന സമയത്ത് പുസ്തകത്തിൽ ചെറിയ ചെറിയ പേജുകൾ നോട്ട് ചെയ്ത് വെക്കും. എനിക്ക് ഇഷ്ടപ്പെടുന്ന വാചകങ്ങളോ വാക്യങ്ങളോ കഥകളോ ഒക്കെ വരുന്നത്. ആ പേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഞാൻ പേജ് നമ്പർ നോട്ട് ചെയ്യും, പിന്നെ അടയാളപ്പെടുത്തി വെക്കും. ഞാൻ വായിച്ച പുസ്തകങ്ങളെ ഞാൻ വായിച്ചു എന്ന് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ചിലർ പുസ്തകങ്ങളൊക്കെ പുതിയതുപോലെ തന്നെ സൂക്ഷിക്കും കേട്ടോ. ഇറ്റ്സ് ഓൾ അപ് ടു യു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഇങ്ങനെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, ആദ്യത്തെ തവണ വായിക്കുമ്പോൾ ഏതൊരു വായനക്കാരനും അതിൻ്റെ പൂർണ്ണ ആശയം മനസ്സിലാവില്ല. പല ആവർത്തി വായിക്കുമ്പോഴാണ് പുസ്തകം നമുക്ക് ഗ്രാഹ്യമാകുന്നത്. അപ്പോൾ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കുറേ ചവറ് പോലെ പുസ്തകങ്ങൾ വാങ്ങിച്ചു കൂട്ടുക എന്നുള്ളതല്ല. ചിലർക്കുണ്ട് ഇങ്ങനെ ഈ യാത്രകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ആളുകൾ എന്ത് ചെയ്യും, വലിയ വലിയ കട്ടിയുള്ള പുസ്തകങ്ങളൊക്കെ വെറും ഡോഗ് ഷോയാണ്, പകുതിയും വായിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ ഈ മലയാളം പുസ്തകം വായിക്കുന്നത് എന്തോ കുറച്ചിലൊക്കെ പോലെ തോന്നിയ ആൾക്കാരുണ്ട്. അങ്ങനെയൊന്നുമല്ല. വായന എന്ന് പറയുന്നത് അതൊരു ശീലമാണ്. അത് ഒരു പേപ്പർ കഷ്ണം കിട്ടിയാലും, പണ്ടൊക്കെ ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ ഇംഗ്ലീഷൊക്കെ വായിച്ച് തുടങ്ങിയ സമയത്ത് എൻ്റെ അച്ഛൻ ഈ സാറ്റർഡേ സൺഡേയിലൊക്കെ കടല മേടിച്ചുകൊണ്ട് വരും. അപ്പോൾ ആ കടല പൊതിഞ്ഞുകൊണ്ട് വരുന്ന പേപ്പറിലെ വാർത്ത പോലും ഞാൻ വായിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ഇതെല്ലാം ഒരു ശീലമാണ്. എന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ കടലപ്പൊതി വായിക്കാത്തവർക്ക്, ആ പത്രപേപ്പർ വായിക്കാത്തവർക്ക് വായനാശീലം ഇല്ലെന്നാണ്. അങ്ങനെയല്ല. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ആ ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് ഏത് ഏജിലും ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു ഹാബിറ്റുമാണ്. സോ നമുക്ക് കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ജോസഫ് ന്യൂഗൻ എന്ന് പറയുന്ന ഒരാളാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് ഈ പുസ്തകത്തിൽ അദ്ദേഹം ഒരു കോട്ടിംഗ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, വൈ യുവർ തിങ്കിങ് ഈസ് ദ ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് സഫറിങ്. നമ്മളുടെ ചിന്ത സഫറിങ്ങിൻ്റെ തുടക്കവും അവസാനവുമാകുന്നത് എങ്ങനെ എന്നാണ് പറയുന്നത്. അപ്പോൾ ചിന്തകൾക്ക് നമ്മളുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് ഒരു ചെറിയ പുസ്തകത്തിലൂടെ, ചെറിയ ചെറിയ എക്സാമ്പിളുകളിലൂടെ അദ്ദേഹം പറഞ്ഞു തരികയാണ്. പലപ്പോഴും മനുഷ്യരുടെ ഏറ്റവും വലിയൊരു കംപ്ലൈൻറ്റ്, അവരെന്നോട് ഇങ്ങനെ ചെയ്തു, ഇവരെന്നോട് എങ്ങനെ പെരുമാറി. നമുക്ക് മറ്റാരുടെയും മനസ്സിൽ പോയിരുന്നവരുടെ ചിന്തകളോ പെരുമാറ്റങ്ങളോ ഒന്നും മാറ്റാൻ സാധിക്കില്ല. നമുക്ക് അതിനെപ്പറ്റി നമ്മൾ കൊടുക്കുന്ന ഇൻ്റർപ്രിറ്റേഷൻ, എങ്ങനെയാണ് ഇൻ്റർപ്രിറ്റേഷൻസ് ഫോം ചെയ്യുന്നത്? ആദ്യം നമ്മൾ ചിന്തിക്കും, അവരെന്നെ ഇന്ന് കണ്ടപ്പോൾ ചിരിച്ചില്ല, അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ചിരിക്കാൻ? ചിലപ്പം ഇതുകൊണ്ടായിരിക്കും. നമ്മൾ ചിന്തിച്ച് ആ ഒരു റിയാലിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്, മൈൻഡിൽ ഫ്രെയിം ചെയ്തെടുക്കുകയാണ്. പിന്നീട് ആ ഒരു തോട്ട് പ്രോസസ്സോടുകൂടി നമ്മൾ നോക്കുമ്പോൾ നമുക്കെല്ലാം
മഞ്ഞക്കണ്ണട വെച്ചവനെല്ലാം മഞ്ഞയായി തോന്നും എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ് ബേസിക് ആയിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം ഒരുപാട് റിസർച്ചുകളും ഒത്തിരി ബുക്സ് ഒക്കെ റെഫർ ചെയ്തിട്ടാണ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. സോ ദിസ് ഇസ് വെരി റിയലി ഒത്തൻറ്റിക്, എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം എന്ന് ഞാൻ പറയും. സോ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഒരുപാട് കഥകളുണ്ട്. ആ കഥകളിൽ ഒരു കഥയെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അതായത് ഈ പുസ്തകത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞ ഒരു പ്രത്യേകത, ഈ ഇച്ചിരി ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ആശയങ്ങൾ പറയുമ്പോൾ പുസ്തകം വായന ഇൻട്രസ്റ്റിംഗ് ആക്കണ്ടേ. അപ്പം നമുക്ക് ഈ കഥകൾ പറഞ്ഞു തന്നാൽ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കും. അതൊരു എഴുത്തുകാരൻ്റെ കഴിവാണ്, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകൾ പറഞ്ഞ് കഥകളിലൂടെ നമ്മളെ ആശയങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഈ പുസ്തകത്തിൽ അദ്ദേഹം ആവിഷ്കരിച്ചിരിക്കുന്ന രീതിയും അത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു മോങ്കിൻ്റെ കഥ പറയുന്നുണ്ട്. മോങ്ക് അഥവാ സന്യാസിയുടെ ഒരു കഥ പറയുന്നുണ്ട്. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമായിട്ടും എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമിലർ ഇൻസിഡൻറ്റും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ പുസ്തകം ഏകദേശം ഒരു 6-7 മാസം മുന്നെയാണ് വായിക്കുന്നത്. അപ്പോൾ ആ സമയം തുടങ്ങിയിട്ട് എൻ്റെ മൈൻഡിൽ ഹിറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. സോ ഐ തോട്ട് ഐ ഷുഡ് ടോക്ക് അബൌട്ട് ദിസ്. പിന്നെ പുസ്തകത്തിൻ്റെ ഒരു 2 വട്ടം വായന കഴിഞ്ഞിട്ടാവട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ പിന്നീട് പല സാഹചര്യങ്ങൾക്കും രണ്ടാമതൊരു വായന നടന്നില്ല. പക്ഷേ ഈ കഥ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഒരു ദിവസം എൻ്റെ ചാനലിലൂടെ ഈ കഥയെപ്പറ്റി പറയണമെന്ന്. ഓക്കെ, അപ്പോൾ ഈ കഥ ഇതാണ്. ഒരു സന്യാസി സമൂഹം, അവിടെ ഒത്തിരിയധികം സീനിയർ മോങ്സ് ഉണ്ട്, പുതുതായി വന്ന സന്യാസിമാരുണ്ട്. അപ്പോൾ ഇവർക്ക് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. കാരണം മനസ്സിൻ്റെ ഏകാഗ്രത എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്പിരിച്വാലിറ്റിയിൽ ബിലീവ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതല്ലേ. അവർ ഭയങ്കര ഫോക്കസ്ഡ് ആണ്, ഭയങ്കര കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, സംതൃപ്തരാണ്. അവർ ഭയങ്കര എക്സ്ട്രീംസ് ഓഫ് ഇമോഷൻസ് അവർക്കില്ല. സ്ഥായിയായ ഒരു ഇമോഷനിൽ ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആൻഡ് ദാറ്റ് ഈസ് അച്ചീവ്ഡ് ത്രൂ മെഡിറ്റേഷൻ. അതുകൊണ്ടാണ് ഇന്ന് ആളുകൾ യോഗ, മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നത്. സോ ഇതിൽ പറയുന്നത് ഒരു യങ് മോങ്ക് വന്നു. അദ്ദേഹം എന്താ ചെയ്യുന്നത്, അദ്ദേഹത്തിന് മെഡിറ്റേഷൻ ക്ലാസ്സസ് ഒക്കെ മറ്റുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഇങ്ങനെ നടത്തുകയാണ്. അപ്പം ഇവരോട് പറഞ്ഞു, മെഡിറ്റേഷൻ ക്ലാസ്സസ് ഒക്കെ കണ്ണടച്ചിരുന്ന് ഏകാഗ്രതയോടുകൂടി ധ്യാനിക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്കുണ്ടായ അനുഭവം പങ്കുവെക്കണം എന്ന് പറഞ്ഞു, സീനിയർ മോങ്ക് പറഞ്ഞു. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു പുതിയ സന്യാസി, ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു സന്യാസി, അദ്ദേഹം സന്യാസം സ്വീകരിച്ച് പുതിയതായി വന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഈ സന്യാസം എല്ലാവരുടെയും കൂട്ടത്തിൽ ഇരുന്ന് ചെയ്യുമ്പോൾ പലരും ചാൻറ്റ് ചെയ്യുന്നതും പല ആളുകളുടെ മൂവ്മെൻറ്റ്സ് കണ്ണടച്ചിരിക്കുമ്പോഴാണെങ്കിലും നമുക്കറിയാൻ പറ്റും, ആളുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പാസ് ചെയ്താൽ അല്ലേ. അതെപ്പോഴാണ് അറിയാൻ സാധിക്കുന്നതെന്ന് പിന്നീട് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ പല ആളുകളും ചലിച്ച് അതിലേക്കൂടെ നടന്നൊക്കെ പോകുന്നത് കാരണം അദ്ദേഹത്തിന് ഏകാഗ്രതയായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. അപ്പം ഒരു മോങ്കിന് ദേഷ്യം വന്നൂടല്ലോ, അപ്പം അതിൻ്റെ പർപ്പസ് മീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് അസ്വസ്ഥനാക്കുന്നു, ദേഷ്യപ്പെടുത്തുന്നു. അദ്ദേഹം ഇത് തൻ്റെ സീനിയർ മോങ്കിനോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനോട് ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹം ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ഞാൻ ആ സെൻറ്റൻസ് വായിക്കാം. ഓക്കെ, സോ ഹി ആസ്ക്സ് the young monk that, do you know what is really making you angry? നിങ്ങൾക്ക് ശരിക്കും അറിയാവോ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്നത് എന്താണെന്ന്? അപ്പം ഇല്ല, ഈ മനുഷ്യരൊക്കെ പോകുന്നതാണെന്ന് പറഞ്ഞു. ഓക്കെ ശരി, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്ലേസ് ഓഫ് മെഡിറ്റേഷൻ ഒന്ന് മാറ്റൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഈ ധർമ്മശാലയുടെ അടുത്ത് ഒരു തടാകമുണ്ട്. ആ തടാകത്തിൻ്റെ അരികത്ത് വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ പോയിരുന്നു അദ്ദേഹം മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹം കണ്ണടച്ചതും താണ്ടെ പക്ഷികളെല്ലാം കൂടെ ചലച്ചുകൊണ്ട് അതിൽ പറന്നു പോകും. അദ്ദേഹത്തിന് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? വീണ്ടും വന്നു ദേഷ്യം. അദ്ദേഹത്തിന് തോന്നുന്നത് എന്തൊരു മനുഷ്യരാണ്, എന്നെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, പക്ഷികൾ പോലും മെഡിറ്റേറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അദ്ദേഹം വീണ്ടും അസ്വസ്ഥനായി. അദ്ദേഹത്തിന് ഒരു സൊല്യൂഷനും കിട്ടുന്നില്ല. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ആ തടാകത്തിൽ ഒരു ബോട്ട് കിടക്കുന്നുണ്ട്. അതിങ്ങനെ അതിൽ കെട്ടിയിട്ടിരിക്കുകയാണ്, ആങ്കർ ചെയ്ത് ഇട്ടിരിക്കുകയാണ്. ശരി, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ ബോട്ട് എടുത്ത് തുഴഞ്ഞുകൊണ്ട് പോയി ഈ തടാകത്തിൻ്റെ നടുക്ക് ഞാനിത് നിശ്ചലമാക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വന്നാലും എന്നെ ശല്യപ്പെടുത്തില്ലല്ലോ, അപ്പോൾ എനിക്ക് നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം വിചാരിച്ചു. ശരി, അദ്ദേഹം തുഴഞ്ഞു പോയി തടാകത്തിൻ്റെ നടുക്ക് വന്നിരുന്ന് പ്രശാന്ത സുന്ദരമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഹി റിയലി ഫെൽറ്റ് ഹാപ്പി. അന്നത്തെ ദിവസം അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് നന്നായി ഏകാഗ്രതയോടുകൂടി മെഡിറ്റേറ്റ് ചെയ്യാൻ സാധിച്ചു. ഇത് അടുത്ത ദിവസവും തുടർന്നു. അങ്ങനെ 3-ാമത്തെ ദിവസമായി. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് വന്നത്. കാരണം അദ്ദേഹത്തിന് നന്നായി മെഡിറ്റേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ല. അങ്ങനെ അദ്ദേഹം കണ്ണടച്ചു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ദാണ്ടെ അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ എതിരെ മറ്റൊരു ബോട്ട് വരുന്നതായിട്ട് അദ്ദേഹത്തിന്
അറിയാൻ സാധിച്ചു. ഈ ബോട്ട് അദ്ദേഹത്തിൻ്റെ ബോട്ടിന് നേരെ വരുന്നത് കാരണം ഇദ്ദേഹം ഇരിക്കുന്ന ബോട്ട് ഇളകുകയാണ്. അദ്ദേഹത്തിന് ധ്യാനിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഫോക്കസ് പോയി. ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഒരു രക്ഷയുമില്ല. അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് ഒച്ചത്തിൽ വിളിച്ചു പറയാൻ തുടങ്ങി, നിങ്ങളുടെ ബോട്ട് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാതെ ഞാനിവിടെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നത് കണ്ടുകൂടെ? അപ്പം അയാൾ ഒരു കൂസലും ഇല്ലാതെ ആ ആള് ബോട്ട് കൊണ്ടുവന്ന് ഇദ്ദേഹത്തിൻ്റെ ബോട്ടിലേക്ക് ഇടിപ്പിക്കുകയാണ്. അസ്വസ്ഥനായ ഇദ്ദേഹം ഇരുന്ന ബോട്ടിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണ് തുറന്ന് അയാളുടെ അടുത്ത് ഷൗട്ട് ചെയ്യാൻ നോക്കുമ്പോൾ മുന്നിലൊന്നുമില്ല. മുന്നിൽ നിശ്ചലമായിട്ടുള്ള ലേക്ക് മാത്രമാണ്. പക്ഷെ അതിൽ ചെറിയ ഓളങ്ങൾ വരുന്നുണ്ട്. ആ ഓളങ്ങളുടെ മൂവ്മെൻറ്റ്സ് ആണ് ഇദ്ദേഹത്തിനെ അസ്വസ്ഥനാക്കിയത്. അന്ന് അദ്ദേഹം ഒരു കാര്യം തിരിച്ചറിഞ്ഞു. അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി, ചുറ്റുമുള്ള സാഹചര്യങ്ങളല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ പ്രശ്നമാണ്, മനസ്സിന് ഏകാഗ്രതയില്ലാത്തതാണ് ഇതിൻ്റെ കാരണം. മനുഷ്യരുടെ എല്ലാം പ്രശ്നം ഇതാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴോ മറ്റു പല കാര്യങ്ങൾ ചെയ്യുമ്പോഴോ നമുക്ക് ലോകത്തെ മുഴുവൻ സൈലൻ്റ് മോഡിലിട്ടിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പല ആളുകൾക്കും ശബ്ദം കേൾക്കുമ്പോൾ, പാട്ട് പാടുമ്പോൾ, മറ്റൊരാൾ എന്തൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആകുകയാണ്. അവർക്കതിനെ താങ്ങാൻ പറ്റുന്നില്ല. പ്രശ്നം മറ്റു വ്യക്തിയുടെ അല്ല, പ്രോബ്ലം നിങ്ങളുടെയാണ്. നമ്മുടെ ഉള്ളിലെ ചിന്തയുടെയാണ് പ്രശ്നം. നമ്മൾ അസ്വസ്ഥരാകുന്നു. ഒന്നുകിൽ നമുക്ക് ആ വ്യക്തിയോടുള്ള ഗ്രഡ്ജായിരിക്കാം, ദേഷ്യമായിരിക്കും, അയാളെ ഇഷ്ടമല്ലാത്തത് കൊണ്ടായിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും കാരണത്താൽ സ്ട്രെസ്ഡ് ആയിരിക്കും, നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നു. നമ്മുടെ മനസ്സ് ശാന്തമല്ലാത്തത് കൊണ്ടാണ് ചുറ്റുമുള്ളതൊക്കെ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പം ഈ തിരിച്ചറിവാണ് ആ മോങ്കിനുണ്ടായത്. ഇത് മനുഷ്യർക്കെല്ലാം വേണ്ടുന്നതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഇന്നെനിക്കത് സാധിക്കുമെന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എൻ്റെ വീട്ടിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ചെറുപ്പത്തിലൊക്കെ ഇച്ചിരി ഭയമുള്ള ആളായിരുന്നു. ഞാൻ ഞങ്ങളുടെ ഹാളിൽ, ഡൈനിങ് ടേബിളിൽ അവിടെ ഇരുന്നാണ് ഞാൻ പഠിക്കുന്നത്. എല്ലാവരും പാസ് ത്രൂ ചെയ്യുന്ന സ്ഥലമാണ്. അതിലേക്ക് കൂടി കടന്നു പോകും, കിച്ചണിലേക്ക് പോകുന്നതാണ്, വാഷ്റൂമിലേക്ക് പോകുന്നത്, മുറികളിലേക്ക് പോകുന്നത്, എല്ലാവരും കൂടി ഇരുന്ന് ചർച്ചയ്ക്ക് വരുന്ന ഒക്കെ സ്ഥലം അവിടെയാണ്. പക്ഷേ എനിക്കറിയാം, ഞാൻ ഏറ്റവും ഏകാഗ്രതയോടുകൂടിയും ഏറ്റവും കൃത്യതയോടുകൂടിയും ഏറ്റവും നന്നായി പഠിച്ചിരുന്ന കാലഘട്ടവും അതാണ്. അതൊന്നും എന്നെ അസ്വസ്ഥയാക്കിയിരുന്നില്ല. കാരണം എനിക്കറിയാം എൻ്റെ മോട്ടീവ്, എൻ്റെ ടാർഗറ്റ്, ഐ ഹാവ് ടു സ്റ്റഡി എന്നുള്ളതാണ്. സോ ദിസ് ഇസ് ദ തിങ്. നമുക്ക് ഏത് സാഹചര്യത്തിലും നമുക്ക് തോന്നും മറ്റൊരാളാണ് നമുക്ക് പ്രശ്നമുണ്ടാക്കുന്നത്. സത്യത്തിൽ പ്രശ്നം നമ്മളുടെ ഉള്ളിൽ തന്നെയാണ്, നമ്മളുടെ ചിന്തകളിലാണ്. അപ്പോൾ ഈ മോങ്കിൻ്റെ അടുത്ത് അദ്ദേഹം ചെന്ന് പറയുമ്പോൾ, ആൻഡ് അദ്ദേഹത്തിന് ഇപ്പോൾ തിരിച്ചറിവുണ്ടായി. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. അറ്റ് ദാറ്റ് മൊമെന്റ് ഹി റിമെമ്പേർഡ് ഹിസ് മെന്റേഴ്സ് ക്വസ്റ്റ്യൻ. അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്കറിയാമോ എന്താണ് നിങ്ങളെ ആക്ച്വലി അസ്വസ്ഥനാക്കുന്നത്, ദേഷ്യപ്പെടുത്തി? അപ്പോൾ ഇപ്പോഴാണ് അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടായത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇറ്റ് ഈസ് നോട്ട് അതർ പീപ്പിൾ, സിറ്റുവേഷൻസ് ഓർ സർക്കംസ്റ്റാൻസസ്. ഇറ്റ്സ് നോട്ട് ദി എംപ്റ്റി ബോട്ട്, ബട്ട് മൈ റിയാക്ഷൻ ടു ഇറ്റ് ദാറ്റ് കോസസ് മൈ ആങ്കർ. ഓൾ പീപ്പിൾ ഓർ സിറ്റുവേഷൻസ് that make me upset and angry are just like empty boat. നമ്മളെ അസ്വസ്ഥരാക്കുകയും ദേഷ്യം പിടിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളെല്ലാം എംപ്റ്റി ബോട്ട് പോലെയാണ്. ഒന്നുമില്ല. സത്യത്തിൽ നമ്മളുടെ ഉള്ളിലുള്ള ആ ചിന്തകളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. They don't have the power to make me angry without my own reaction. ഞാൻ അതിനോട് റിയാക്ട് ചെയ്യാത്തിടത്തോളം കാലം അതിനൊന്നും എന്നെ ദേഷ്യപ്പെടുത്താൻ സാധിക്കില്ല. ഈ ബേസിക് ആയിട്ടുള്ള ഒരു തിരിച്ചറിവ്, വളരെ ബേസിക് ആയിട്ടുള്ള ഒരു തിരിച്ചറിവാണ് പലപ്പോഴും ഇന്ന് മനുഷ്യർക്കില്ലാത്തതും മനുഷ്യബന്ധങ്ങൾ തകരാൻ കാരണമാകുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ആണ് നമ്മൾ തിരിച്ചു വെച്ച ഒരു കണ്ണാടി പോലെ ഓരോ ദിവസവും ചിന്തിക്കേണ്ടതും തിരിഞ്ഞു നോക്കേണ്ടതും. ഇതാണ് ഈ ബുക്കിൽ ഞാൻ വായിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആശയം. ഇത്തരം ഒരുപാട് ചിന്തകളെപ്പറ്റി പറയുന്ന പുസ്തകമാണ്. തീർച്ചയായും വായിക്കുക. അറിവിനേക്കാൾ ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സ്. ജീവിതം ഈസി അല്ല, യു ഹാവ് ടു മേക്ക് ഇറ്റ് ഈസി. അപ്പോൾ ഈ ഫിലോസഫി പറയുന്ന എല്ലാ ആളുകൾക്കും, ഈവൻ ഇൻക്ലൂഡിങ് മീ, എത്ര പുസ്തകം വായിച്ചാലും നമ്മുടെ ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാകും. പക്ഷെ എവറി ഡേ വി ആർ ട്രൈങ് ടു ഇംപ്രൂവ്. എൻ്റെ ഇന്നലത്തെ ഞാനിൽ നിന്ന് ഇന്ന് 1% എങ്കിലും ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു എഫേർട്ടാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. അതിലേക്കായിരിക്കണം നമ്മളുടെ ശ്രമം. ഇൻസ്റ്റെഡ് ഓഫ് കറക്റ്റിംഗ് അതേഴ്സ്, കറക്റ്റ് യുവർ സെൽഫ്. താങ്ക് യു.